അടുത്തവർക്കൊക്കെ അറിയാം, അടുത്തറിയാവുന്ന ആളുകൾക്കറിയാം. എന്നെ 24 മണിക്കൂർ വിളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അതായത് എന്നെ അടുത്തറിയാവുന്നവർ. എൻ്റെ അമ്മ ഭയങ്കര പേടിയായിരുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നൊക്കെ ഭയങ്കര പേടിയാന്ന് വെച്ചാൽ എനിക്ക് ആരും ഉണ്ടാക്കി തന്നതല്ല. അൻഷിത എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ള പദവി എനിക്ക് ആരും ഉണ്ടാക്കി തന്നതല്ല. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ഒരു ഫീൽഡിൽ എന്നെ കൊണ്ടുവന്ന്, അതായത് എൻ്റെ അമ്മ എടുത്ത എഫേർട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അതിനുശേഷം എൻ്റെ അമ്മ എടുത്ത എഫേർട്ട് ഞാൻ ഇന്ന് വന്ന് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് എടുത്തൊരു പേരാണ് അൻഷിത എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് നാട്ടുകാരെല്ലാം ബോധിപ്പിക്കണ്ട, എനിക്ക് എന്നെ അറിയുന്ന ആളുകളെ ബോധിപ്പിച്ചാൽ മതി. എൻ്റെ അമ്മയൊക്കെ എന്നെ വീട്ടിൽ നിന്ന് വെച്ചാൽ ആരും വിശ്വസിക്കില്ല, എത്രയും വലിയ പ്രശ്നം നടക്കുക. വിളിച്ചാൽ എൻ്റെ ബ്രദർ എല്ലാവരും എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, നീ ഒരാണിനോട് എങ്ങനെ മിണ്ടും, നീ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് അത് വിട്ടേക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ അടുത്ത് ഒരു ചോദ്യം അതിൻ്റെ അപ്പുറം ഇപ്പുറം ചോദിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ എല്ലാ A to Z പറയുന്ന ഫ്രണ്ട്സ്, മീൻചേട്ടൻ, മാൻവി, ഇവള്, ഇപ്പൊ കണ്ടു, ഞങ്ങൾ എല്ലാ കഥയും പറയും. അന്ന് കണ്ടതും തൊട്ട് ഇന്ന് കണ്ടതും എല്ലാ കഥയും ഞങ്ങൾ പറയും. അതാണ്. അപ്പം അവർക്കെല്ലാം അറിയാം എന്താന്നുള്ളത്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മി ഇത് എനിക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, എന്നെ ഫോൺ ചെയ്ത് വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പക്ഷെ നമുക്കൊന്നും ഈ ക്രിമിനൽ മൈൻഡ് ഇല്ല, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണമെന്നുള്ള ബോധം എനിക്കില്ല. ഞാൻ ഇന്ന് നിങ്ങൾ ഓരോരുത്തരോട് ഞാൻ പറയാം, ദയവ് ആരടുത്ത് സംസാരിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. എനിക്ക് അന്ന് ഈ ബോധമൊന്നും ഇല്ല ചേട്ടാ, വളരെ സത്യസന്ധമായിട്ടല്ല. ഇതിനെ വരെ നിങ്ങളിന് നെഗറ്റീവ് ആക്കിയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല, ഇതിൻ്റെ അപ്പുറം ഞാൻ താണ്ടി വന്ന ആളാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതായത് ഇങ്ങനത്തെ സംസാരങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത്, പ്രത്യേകിച്ച് ആണുങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയെന്ന് ഈ എഡിറ്റിംഗ് വേർഷൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയില്ല ഇനി എന്തൊക്കെ എഡിറ്റിംഗ് വേർഷൻസ് തരുമെന്ന് വെച്ചാൽ, പറഞ്ഞ സാധനങ്ങളെ വെട്ടി ഞാൻ പറഞ്ഞത് മാത്രം വിട്ട് അങ്ങനെയാണ് അത് വെളിയിൽ വന്നിരിക്കുക. എനിക്കറിയാലോ, ഞാൻ സംസാരിച്ച സാധനം എനിക്കറിയില്ലേ, ഇനി ഞാൻ സംസാരിക്കാത്ത സാധനം എനിക്ക് വരുമോന്നൊന്നും എനിക്കറിയത്തില്ല. ടെക്നോളജി അത്ര വളർന്നിരിക്കുന്നു. പിന്നെ കുഴപ്പമില്ല, പക്ഷെ കാണും, ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം ദൈവത്തിന് വിട്ടു. ഞാൻ എപ്പോഴും പറയാനുണ്ട്, ദൈവം എനിക്ക് തരുന്നത്, എൻ്റെ ലൈഫിലെ ഓരോ സാധനവും എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ദൈവം എനിക്ക് തന്നിട്ടില്ല ഇന്നേ വരെ. കൂടെവിടെ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടെവിടെ ചെയ്യുന്നതിന് മുമ്പേ ഏഷ്യാനെറ്റിൽ എന്നെ ഒരു മെയിൻ സീരിയലിലെ നായികയായിട്ട് വിളിച്ചു, അതെൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ ഞാൻ ഇന്ന് ചെയ്യുന്ന കൂടെവിടെയാണ് ഏറ്റവും ബെസ്റ്റ് അതാണ്. ആ സീരിയലിനെ വെച്ച് നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് കൂടെവിടെയാണ്. അപ്പം ദൈവം എനിക്ക് ബെസ്റ്റാണ് തന്നത്. അതെനിക്ക് ചെല്ലമ്മ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വളർച്ച ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അപ്പം അവർ നമ്മളെ കിട്ടിയ അവസരത്തിൽ ചവിട്ടി താഴ്ക്കുക എന്ന് പറയില്ലേ, അല്ലാതെ ഞാൻ നോർമലായിട്ടിരിക്കുമ്പോൾ എന്നെ അവർക്ക് ചവിട്ടി താഴ്ക്കാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു ഇതിൽ അവർക്കറിയാം മെൻ്റലി ഇവള് വീക്കാണ് എന്നുള്ള ടൈമിൽ മെൻ്റലി കുറച്ച് എന്നെ ഒന്നും കൂടി വീക്കാക്കാൻ നോക്കി, പക്ഷെ വിട്ടുകൊടുത്തില്ല. എത്രയൊക്കെ നമ്മൾ ബോൾഡാണെന്ന് പറഞ്ഞാലും ആ സമയത്ത് നമ്മൾ ഒരുപാട് എത്ര ബോൾഡാന്ന് പറഞ്ഞാലും എല്ലാവരും മനുഷ്യന്മാരാണ്. ഞാൻ ഭയങ്കര വലിയൊരു സംഭവം തന്നെ ഇവിടെ എൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ വിട്ടുപോകും, നമ്മൾ മൊത്തത്തിൽ നമ്മൾ വിട്ടുപോകും, നമ്മളെ മൈൻഡും കാര്യങ്ങളും ഒക്കെ വിട്ടുപോകും. നമ്മൾ എന്തിന് എന്ന് തോന്നും, നമ്മൾ എന്തിന് എന്നൊരു ചോദ്യം വരും. നമ്മൾ എന്താണ്, എന്ത് ചെയ്തു, നമ്മൾ എന്ത് ഉണ്ടാക്കി വെച്ചത് എന്താണ്, ഈ ഒരു ഒറ്റ ഇതിൽ എന്ത് സംഭവിച്ചു എന്ന് എല്ലാത്തിനും ഒരു ചോദ്യചിഹ്നം വരും. എന്ത് എന്നൊരു ചോദ്യം വരും നമ്മുടെ മുമ്പിൽ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ അത് വരുള്ളൂ. അതിപ്പോഴും വരാറുണ്ട്. ഇപ്പോഴും ഞാൻ പറയാലോ, ഒരു കാര്യമില്ലാതെ ഇപ്പൊ കൂടിയും വന്നിന്ന് നെഗറ്റീവ്സ് പറയുന്ന ആളുകളുണ്ട്. ഞാൻ പൊതുവെ യൂട്യൂബ് കമന്റ്സ് ഒന്നും വായിക്കാറില്ല. അന്നത്തെ പ്രശ്നത്തിന് ശേഷം വായിക്കാറില്ല, ഇപ്പോഴും വായിക്കാറില്ല കേട്ടോ. അപ്പം ചില സാധനങ്ങൾ എനിക്ക് ആരെങ്കിലും ചിലപ്പോൾ എടുത്ത ഇത് കണ്ടോ, നീ അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക് എന്നും, എൻ്റെ ഇൻസ്റ്റയിൽ വരുന്ന ഡിലീറ്റ് ചെയ്തേക്ക് എന്നും പറഞ്ഞിട്ട് വരും. പക്ഷെ ഞാൻ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കും, ഫോട്ടോ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അപ്പം ക്രിയേറ്റ് ചെയ്തതായിരിക്കും. അതൊരു തരം നരമ്പ് രോഗം എന്ന് പറയാം. അങ്ങനത്തെ രോഗികളാണ് വന്നിരുന്ന് വളരെ മോശമായിട്ടുള്ളത് പറയുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, നമ്മളൊക്കെ നല്ല പണിയെടുത്ത് ജീവിക്കുമ്പോൾ ഒരു പണിയെടുക്കാതെ ജീവിക്കുന്ന ഇങ്ങനെ കുറേ ആളുകൾക്ക് ഒരു സുഖം, ഒരു മനസ്സുഖം. ഒന്നുമില്ലാത്ത ഫോട്ടോ എടുത്ത് വെറുതെ വലിച്ചു വീർപ്പിച്ച് പലതാക്കുക, എന്നിട്ട് അതിന് കമന്റ് ഇടുക, എന്നിട്ട് നമ്മൾ ആരെങ്കിലും ഒന്ന് തോളിലൊരു ആണിന്റെ തോളിൽ കൈയിട്ടാൽ അതിനെ വേറെ ആയിട്ട് പറയുക. സുഖിക്കുന്നവരുണ്ട് അങ്ങനെ. ഞാൻ പക്ഷെ അങ്ങനെ സുഖിക്കുന്ന ആളല്ല. ഉറപ്പായിട്ടും. പക്ഷെ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അത് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉള്ളവർ തലയിൽ എടുക്കുക.
ഒരിക്കലും ഒരു ആള് പറയുന്നത് കേട്ട് അവരെ വിശ്വസിച്ച് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നതല്ല ഈ ലോകം, നിങ്ങൾ വിചാരിക്കുന്നതല്ല ആളുകൾ. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടു അഭിനയിക്കാൻ, ലൈഫിൽ അഭിനയിക്കുന്ന കണക്ക് അവർ ചെയ്യുന്ന ഒരു തൊഴിൽ അവർ അഭിനയിക്കില്ല. എനിക്ക് തോന്നി മലയാളികളുടെ എപ്പോഴത്തെയും പ്രശ്നം, അതായത് ഒരു ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രം കേട്ട് അപ്പൊ തന്നെ ഒരു പ്രതികരണം എഴുതുക അല്ലെങ്കിൽ പോസ്റ്റ് ഇടുക. അല്ല ഏട്ടാ, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പോലും അങ്ങനെ ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു ന്യൂസ് കാണുമ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു ആൺ ചെറുക്കൻ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ആൺകുട്ടിയെ ഒരു പെണ്ണ് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ആരാണോ കുറ്റം ചെയ്തതെന്ന് പറയപ്പെടുന്ന ആളാ നമ്മൾ മൊത്തത്തില് പറയും. ഇവരെന്ത് ബോറാ, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാം, എന്നാലും ആ പെങ്കൊച്ചിനെ എങ്ങനെ, അല്ലെങ്കിൽ പെങ്കൊച്ചിനെ കാണാൻ സുന്ദരി പെങ്കൊച്ചി, ഈ ചെറുക്കൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ ചെറുക്കനെ കാണാൻ എന്ത് നല്ലതാ ഈ പെങ്കൊച്ചി ഇങ്ങനെ ചെയ്ത്. അതൊന്നും അല്ല, അവർക്കിടയിൽ നടക്കുന്നത് നമുക്ക് അറിയത്തില്ല. അത് അറിയാത്ത കാര്യത്തെ ഇപ്പൊ തലയിടാതിരിക്കുക. എന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫിൽ തലയിടുന്നത്? വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? എനിക്ക് ഇങ്ങനെ തലയിട്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.